ഇനി വേറെ ഒരുപാടും പിന്നെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴും പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക ആൾക്കാർ. അതാണ് ജിംസ് ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രദേശത്തേക്ക് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഞാൻ ആ ജിംസിനോട് സംസാരിച്ച് തുടങ്ങുന്നതിനേക്കാൾ ഇരട്ടി വെള്ളം ഇപ്പോൾ ഇവിടെ വീണ്ടും ഉയർന്നിട്ടുണ്ട്. അതായത് സെക്കൻഡുകൾക്കുള്ളിലാണ് ഈ പ്രദേശത്ത് വെള്ളം വന്ന് നിറയുകയും അതിരൂക്ഷമായിട്ടുള്ള ഒഴുക്ക് രൂപപ്പെടുകയും ചെയ്യുന്നത്. ഈ റോഡിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ രാവിലെ ഇത്രയും വെള്ളമില്ലായിരുന്നു, പക്ഷേ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഇത്തരത്തിലുള്ള അതിരൂക്ഷമായിട്ടുള്ള ഒരു ഒഴുക്ക് വീണ്ടും തുടങ്ങുന്നത്. അതായത് മൂഴിയാർ ഡാം രാവിലെ 9:30 ഓപ്പൺ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഷട്ടർ തുറന്നിരുന്നു, 15 സെൻറ്റിമീറ്ററോളം ഒരു ഷട്ടർ തുറന്നിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ ആറന്മുളയിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനിയും ഒരടിയോളം വെള്ളം ഉയരാനുള്ള ഈ പ്രദേശത്ത് ഉയരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അബിൻ വർക്കി MLA അടക്കമുള്ളവർ പറയുന്നത്. അതായത് ഇനിയും ആറന്മുളയെ സംബന്ധിച്ച് ഈ ഒരു കെടുതികൾ ഇനിയും തീർന്നിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോഴും വിവിധ ക്യാമ്പുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ക്യാമ്പുകളിലേക്ക് ആളുകളെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യമാണ് ഇപ്പോൾ ആറന്മുളയിലുള്ളത്. അതിനൊപ്പം തന്നെ എല്ലാവരും വിളിച്ച് പറയുന്നത് പുഴയുടെ ആഴം കുറയുന്നു, റിവർ ബെഡ് മുകളിലോട്ട് കയറി വരുന്നു, വളരെ ചെറിയ മഴയ്ക്ക് പോലും ഫ്ലഡ് വരുന്നു. അതുകൊണ്ട് മണലെടുക്കണമെന്നുള്ള ആവശ്യം എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അവരും പോസിറ്റീവായി പറയുന്നൊരു കാര്യം, പുഴ നമ്മൾ ക്ലീൻ ആക്കാൻ കഴിയും, അതോടൊപ്പം പാറഖനനവും ഒഴിവാക്കാൻ കഴിയും. ഇപ്പോൾ